അന്നത്തെ രാത്രി ചന്ദ്രോത്ത് വീട്ടില് എന്തൊക്കെയാ നടന്നെന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ അവളോട് പറഞ്ഞിരുന്നു, എന്തോ അരുതാത്ത് നടക്കാൻ പോകുന്നു എന്നൊരു തോന്നല് വരുന്നു, നീ സൂക്ഷിക്കണമെന്നൊക്കെ. തലേന്നൊരു ദുസ്വപ്നം കണ്ടതാ ഞാൻ. പേടിച്ചതുപോലെ തന്നെ നടന്നു. കൊണ്ടുപോയവരെന്നെ അങ്ങ് കൊന്നാ മതിയായിരുന്നു. എന്റെ മോൾക്ക് എന്ത് പറ്റിയോ? അച്ഛനൊന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? അച്ഛനെ ബോധം കെടുത്തിയ ആളുടെ രൂപം മറ്റോ? ഇല്ല, ഒന്നും പിടികിട്ടുന്നില്ല. പാർക്കിങ്ങിൽ ഒരുപാട് കാറുകൾ ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഏറിയയിൽ ഒരു രൂപം അങ്ങനെ ചുറ്റിത്തിരിയുന്നത് പോലെ തോന്നി. കാറിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ വന്ന കള്ളന്മാരായിരിക്കുമെന്ന് ആദ്യം കരുതിയത്. പക്ഷെ ആരെയും കണ്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഒരു നിഴലും നീക്കമൊക്കെ കണ്ടു. ഡ്രൈവർമാർ 2-3 പേരുമായിട്ട് സംസാരിച്ച് നിന്നത് ഓർമ്മയുണ്ട്. പിന്നീട് പെട്ടെന്ന് ആരോ പുറകിലൂടെ വന്ന് എൻ്റെ മുഖത്ത് അമർത്തി പിടിച്ചു. അത്ര തന്നെ. കണ്ണടഞ്ഞു പോയതുപോലൊരു ഓർമ്മയുണ്ട്. ഓർമ്മ വന്നപ്പോ ഒരു കുറ്റിക്കാട്ടി കിടക്കുന്ന പോലെ തോന്നി. അവിടുന്ന് ആരൊക്കെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. ബോധം കെട്ടതിന് ശേഷം എന്തൊക്കെയാ നടന്നെന്ന് അറിയില്ലല്ലോ. ഇടയ്ക്കെന്റെ അബോധ മനസ്സ് ഉണർന്ന പോലെ തോന്നി. എന്റെ ദേഹമൊക്കെ ഉലയുകയാണെന്ന് തോന്നി. എന്നാ ചിലപ്പോ നല്ല കാറിലോ മറ്റോ കൊണ്ടുപോവുകയായിരുന്നിരിക്കും. എന്റെ അടുത്ത് വേറെ ആരോ ഒരാൾ കൂടി ഉള്ളതുപോലൊരു തോന്നൽ. ചിലപ്പോ തോന്നലായിരിക്കും. അത് ദേവിയാണോ? അറിയില്ല. പറഞ്ഞില്ലേ, വെറുതെ തോന്നിയതും ആവാം. ഏതോ ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ വായ പൊത്തിപ്പിടിച്ചത്. നല്ല ശക്തിയുള്ള കൈകളായിരുന്നു. എന്തായാലും വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ട്. എനിക്ക് മോളെക്കുറിച്ച് ആലോചിച്ചിട്ട് പേടി തോന്നുന്നു. ഇതിന്റെ പുറകിൽ ഒരാളല്ല, ഒരു സംഘം തന്നെ ഉണ്ടാവും. അവർക്കിടയിൽ നമ്മുടെ മോള്. അച്ഛാ, നമുക്കിത് പോലീസിൽ പറയാം. അങ്ങനെ പറഞ്ഞാ കൂടുതൽ ആപത്ത് വരുമെന്നാ എന്റെ പേടി. അച്ഛൻ വിഷമിക്കാതെ കിടക്ക്, ഒന്നും ആലോചിക്കണ്ട. എന്തായാലും അന്വേഷണം നടക്കുമല്ലേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.